നമസ്കാരം. നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനും ഭരണഘടനാ മൂല്യങ്ങൾക്കും വലിയൊരു ആഘാതമേൽപ്പിച്ച ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. പലരും മാധ്യമങ്ങളിൽ ഇത് കണ്ടിട്ടുണ്ടാകാം. മധ്യപ്രദേശിലെ ധാർ ജില്ലയിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കമാൽ മൗല പള്ളിയിൽ ഇനി മുതൽ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനാ അവകാശമില്ല. അത് പൂർണ്ണമായും ഒരു ക്ഷേത്രമാണെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു പേരുണ്ട്: ബാബരി മസ്ജിദ്. അതെ, അയോധ്യയിൽ എന്താണോ സംഭവിച്ചത് അതിൻ്റെ കൃത്യമായ മറ്റൊരു നിയമപരമായ ആവർത്തനത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ഇത് കേവലം ഒരു പള്ളിയുടെയോ ക്ഷേത്രത്തിൻ്റെയോ മാത്രം പ്രശ്നമല്ല. നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയും ചരിത്രവും രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി എങ്ങനെ മാറ്റി എഴുതപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ വിധിയുടെ പശ്ചാത്തലത്തെക്കുറിച്ചും ധാർ പള്ളിയുടെ യഥാർത്ഥ ചരിത്രത്തെക്കുറിച്ചും ഇതിന് പിന്നിൽ BJP മുൻപും പയറ്റി വിജയിച്ചിട്ടുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളെക്കുറിച്ചുമാണ്. ആദ്യം നമുക്ക് നിലവിലെ കോടതി വിധി എന്താണെന്ന് ലളിതമായി മനസ്സിലാക്കാം. വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്ന ഒരു കോംപ്ലക്സ് ആയിരുന്നു ഇത്. മുസ്ലിങ്ങൾ ഇതിനെ കമാൽ മൗല പള്ളി എന്ന് വിളിക്കുമ്പോൾ ഹിന്ദു സംഘടനകൾ ഇതിനെ ഭോജ്ശാല എന്ന് വിളിക്കുന്നു. 2003 ഏപ്രിൽ 7 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. അതായത് ചൊവ്വാഴ്ചകളിൽ ഹിന്ദുക്കൾക്ക് അവിടെ പൂജ നടത്താം, വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾക്ക് ജുമാ നമസ്കാരവും നിർവഹിക്കാം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലേറെയായി ഇരുവിഭാഗവും വളരെ സമാധാനപരമായി ഈ രീതി പിന്തുടർന്നു പോകുന്നതുമാണ്. പരസ്പര സൗഹാർദ്ദത്തോടെയാണ് അവിടെ കാര്യങ്ങൾ നീങ്ങിയിരുന്നത്. എന്നാൽ ഹിന്ദു സംഘടനകളുടെ ഹർജിയെ തുടർന്ന് 2024 മാർച്ചിൽ ഹൈക്കോടതി ഇവിടെ ഒരു ASI സർവേക്ക് ഉത്തരവിട്ടു. 98 ദിവസം നീണ്ടുനിന്ന ആ സർവേ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. മുൻപുണ്ടായിരുന്ന ആ സമാധാനപരമായ ക്രമീകരണം കോടതി പൂർണ്ണമായും റദ്ദാക്കി. ഇനി അവിടെ ഹിന്ദുക്കൾക്ക് മാത്രമേ ആരാധനാ സ്വാതന്ത്ര്യം ഉണ്ടാകൂ എന്ന് കോടതി വിധിച്ചു. മാത്രമല്ല, മുസ്ലിങ്ങളോട് അവിടുന്ന് മാറി ധാർ ജില്ലയിൽ മറ്റെവിടെയെങ്കിലും അനുയോജ്യമായ ഭൂമി കണ്ടെത്തി പള്ളി പണിയാൻ സർക്കാർ സഹായിക്കണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകളായി പ്രാർത്ഥന നടത്തിയിരുന്ന ഒരു മണ്ണിൽ നിന്ന് ഒരു ജനവിഭാഗത്തെ പൂർണ്ണമായി പടിയടച്ച് പുറത്താക്കുന്ന കാഴ്ചയാണിത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഭോജ്ശാല അല്ലെങ്കിൽ കമാൽ മൗല പള്ളി? 11ാം നൂറ്റാണ്ടിൽ മാളവ പ്രദേശം ഭരിച്ചിരുന്ന പർമാര രാജവംശത്തിലെ രാജാ ഭോജന്റെ കാലത്താണ് ഇവിടെ ഒരു സർവകലാശാലയോ അല്ലെങ്കിൽ സാംസ്കാരിക കേന്ദ്രമോ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. രാജാ ഭോജൻ സരസ്വതി ദേവിയുടെ ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഹിന്ദു സംഘടനകൾ ഇത് സരസ്വതി ക്ഷേത്രമായിരുന്നു എന്ന് വാദിക്കുന്നു. എന്നാൽ 13ാം നൂറ്റാണ്ടിലും 14ാം നൂറ്റാണ്ടിലുമായി അലാവുദ്ദീൻ ഖിൽജിയുടെയും പിൽക്കാലത്ത് മഹൂദ് ഷാ ഖിൽജിയുടെയും ഭരണകാലത്ത് ഇവിടെ ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നു. സൂഫി വൈദ്യനായ ഹസ്രത്ത് കമാലുദ്ദീൻ മൗലയുടെ ദർഗയും ഇതിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് കമാൽ മൗല പള്ളി എന്ന് പേര് വന്നത്. 1935 ഈ പ്രദേശത്തെ പ്രാദേശിക ഭരണാധികാരിയായ ധാർ മഹാരാജാവ് മുസ്ലിങ്ങൾക്ക് ഇവിടെ നമസ്കാരം നടത്തുന്നതിനായി ഔദ്യോഗികമായി അനുമതി നൽകിയിരുന്നു. അതായത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ, കൃത്യമായി പറഞ്ഞാൽ 1935 മുതൽ മുസ്ലിങ്ങൾ ഇവിടെ നിയമപരമായി പ്രാർത്ഥന നടത്തി വരികയായിരുന്നു. ഖിൽജി കാലഘട്ടത്തിലെ ചരിത്രരേഖകളിലൊന്നും തന്നെ ഇവിടെ ഒരു ക്ഷേത്രം തകർത്താണ് പള്ളി പണിതത് എന്ന് പറയുന്നില്ല എന്ന് ചരിത്രകാരന്മാർ തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ കോടതി ഈ ചരിത്രരേഖകളെയെല്ലാം അവഗണിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് നമ്മൾ രാജ്യത്തെ നിയമങ്ങളെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് 1991 പാർലമെന്റ് പാസാക്കിയ ഒരു സുപ്രധാന നിയമമുണ്ട്: പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് അല്ലെങ്കിൽ ആരാധനാലയ നിയമം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമായ 1947 ഓഗസ്റ്റ് 15 രാജ്യത്തെ ഒരു ആരാധനാലയം ഏത് മതവിഭാഗത്തിൻ്റെ കൈവശമായിരുന്നോ അതിൻ്റെ സ്വഭാവം എന്തായിരുന്നോ അതിൽ യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്നാണ് ഈ നിയമം കണിശമായി അനുശാസിക്കുന്നത്. ഭാവിയിൽ ഇത്തരം ചരിത്രപരമായ തർക്കങ്ങൾ രാജ്യത്ത് വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ജനപ്രതിനിധികൾ ഈ നിയമം കൊണ്ടുവന്നത്. ബാബരി മസ്ജിദിനെ മാത്രമാണ് അന്ന്
ഇതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത്. അങ്ങനെയെങ്കിൽ 1935 മുതൽ മുസ്ലിങ്ങൾ ആരാധന നടത്തിപ്പോന്നിരുന്ന ഈ ധാർ പള്ളിയുടെ കാര്യത്തിൽ ഈ നിയമപരമായ പരിരക്ഷയെല്ലാം പൂർണ്ണമായും കാറ്റിൽ പറത്തപ്പെടുകയാണ് ചെയ്തത്. കോടതിയിൽ മുസ്ലിം വിഭാഗത്തിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സൽമാൻ ഖുർഷിദ് സുപ്രീം കോടതിയുടെ ബാബരി വിധി തന്നെയാണ് ഇവിടെ ഉദ്ധരിച്ചത്. വെറും പുരാവസ്തു കണ്ടെത്തലുകൾക്കോ ചരിത്രപരമായ അനുമാനങ്ങൾക്കോ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമോ മതപരമായ സ്വഭാവമോ തീരുമാനിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സിവിൽ വിചാരണയിലൂടെ കൃത്യമായ തെളിവുകളോടെയാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. മുൻകാല ഭരണകൂടങ്ങളുടെ ചരിത്രപരമായ തെറ്റുകൾ തിരുത്താൻ കോടതികൾ ശ്രമിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു. ASIയുടെ റിപ്പോർട്ട് പൂർണ്ണമായും പക്ഷപാതപരമാണെന്ന മുസ്ലിം സംഘടനകളുടെ ആക്ഷേപവും കോടതി വിലക്കെടുത്തില്ല. ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയത്തിലേക്ക് വരാം. BJPയും സംഘപരിവാറും വർഷങ്ങളായി ഇന്ത്യയിൽ പയറ്റി വിജയിച്ചിട്ടുള്ള ഒരു സവിശേഷമായ രാഷ്ട്രീയ തന്ത്രമുണ്ട്. ഒരു തർക്കസ്ഥലം കണ്ടെത്തുക, അതിനെ വൈകാരികമായ ഒരു വിഷയമാക്കി മാറ്റുക, നിയമ പോരാട്ടങ്ങളിലൂടെയോ അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ ഉപയോഗിച്ചോ അത് കൈക്കലാക്കുക, അതിലൂടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കുക. അതിന് കുറച്ച് ഉദാഹരണങ്ങൾ പരിശോധിക്കാം. ബാബരി മസ്ജിദിന്റെ കാര്യം തന്നെ നോക്കൂ. 1980കളുടെ ഒടുവിൽ LK അദ്വാനിയുടെ നേതൃത്വത്തിൽ നടന്ന രഥയാത്രയിലൂടെയാണ് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുൻനിരയിലേക്ക് വരുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് അന്ന് ഉയർത്തിയ ആ രാമജന്മഭൂമി പ്രസ്ഥാനം ഒടുവിൽ ചെന്നവസാനിച്ചത് 1992 ബാബരി മസ്ജിദ് തകർക്കുന്നതിലൂടെയാണ്. വർഷങ്ങൾക്ക് ശേഷം പുരാവസ്തു വകുപ്പിന്റെ സർവേ റിപ്പോർട്ടുകളെ മുൻനിർത്തിയാണ് സുപ്രീം കോടതി അവിടെ അന്തിമ വിധി എഴുതിയത്. മറ്റൊരു ഉദാഹരണമാണ് 2003 ഭോജ്ശാല പ്രസ്ഥാനം. ശരിക്കും ഈ ഭോജ്ശാല വിഷയം ഒരു രാഷ്ട്രീയ ആയുധമാക്കുന്നത് 2003 BJP നേതാവ് ഉമാഭാരതിയുടെ നേതൃത്വത്തിലാണ്. അതിലവർ വിജയിക്കുകയും ചെയ്തു. അധികാരം പിടിക്കാനും നിലനിർത്താനും മതപരമായ ഇത്തരം വികാരങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് BJP മുൻപും പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. ഇത് മധ്യപ്രദേശിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ഉത്തർപ്രദേശിലെ വാരണാസിയിലുള്ള ജ്ഞാൻ പാവി മസ്ജിദ്, മധുരയിലെ ഷാഹി ഈദ്ഗാഹ് പള്ളി, ഇവിടങ്ങളിലെല്ലാം ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആദ്യം കോടതിയിൽ ഹർജി നൽകുന്നു, തുടർന്ന് ASI സർവേക്ക് അനുമതി വാങ്ങുന്നു. സർവേ റിപ്പോർട്ടിന്റെ മറവിൽ പള്ളികളുടെ സ്വഭാവം മാറ്റാൻ ശ്രമിക്കുന്നു. 1991 ആരാധനാലയ നിയമത്തെ മറികടക്കാൻ കോടതികളെ തന്നെ ഒരു ഉപകരണമാക്കുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. BJP ഭരണകൂടങ്ങളുടെ രാഷ്ട്രീയ പിന്തുണ ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടത് ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്തുക എന്ന പേരിൽ ഇന്ന് നടക്കുന്ന ഈ നീക്കങ്ങൾ രാജ്യത്തിൻ്റെ ഭാവിയെ എങ്ങോട്ടേക്കാണ് നയിക്കുന്നത് എന്നാണ്. ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ കരുത്ത് എന്നത് അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടനയിലും നിയമവ്യവസ്ഥയിലും ഉള്ള വിശ്വാസമാണ്. എന്നാൽ ഒന്നിനു പുറകെ ഒന്നായി മുസ്ലിം ആരാധനാലയങ്ങൾ ലക്ഷ്യമിടപ്പെടുകയും വർഷങ്ങളായി നിലനിന്നിരുന്ന സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസത്തിന് ആഴത്തിൽ മുറിവേൽക്കുന്നുണ്ട്. ചരിത്രത്തിൽ പല ഭരണാധികാരികളും പലതും ചെയ്തിട്ടുണ്ടാകാം. എന്നാൽ 21ാം നൂറ്റാണ്ടിൽ ഒരു ജനാധിപത്യ രാജ്യത്തിന് മധ്യകാലഘട്ടത്തിലെ ചരിത്രവും പറഞ്ഞ് ഇന്നത്തെ പൗരന്മാരുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ കഴിയില്ല. ഭരണഘടനയും നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനാണ്, അല്ലാതെ ഭൂരിപക്ഷ വികാരങ്ങൾക്കനുസരിച്ച് മാറ്റി എഴുതാനുള്ള ഒന്നല്ല. ബാബരിയിൽ തുടങ്ങി കാശിയിലൂടെയും മധുരയിലൂടെയും ഇപ്പോൾ ധാർ കമാൽ മൗല പള്ളിയിൽ എത്തി നിൽക്കുന്ന ഈ പ്രവണത ഇന്ത്യ എന്ന ആശയത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടകൾക്ക് മുൻപിൽ നിയമവ്യവസ്ഥകൾ പോലും വഴിമാറുന്നു എന്ന ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ് ഈ വിധി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും സംസാരിക്കേണ്ടതുമായ വിഷയമാണിത്. മതേതര ഇന്ത്യയുടെ നിലനിൽപ്പിനായി നാം ഇനിയും മൗനം പാലിക്കരുത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ കൃത്യമായ അഭിപ്രായങ്ങൾ എന്താണ്? താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. മറ്റൊരു വിശകലനവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.